വ്യക്തിത്വമായിരുന്നു ശ്രീ ശങ്കരനാരായണ സാർ. അദ്ദേഹത്തെ അറിയാവുന്നവർക്കെല്ലാം നമ്മുടെ ഒരു കാരണവരായി, നമ്മുടെ ഒരു ഗുരുനാഥനായി, നമ്മളെ വഴികാട്ടി തരേണ്ട ഒരു വലിയ ആളായി എല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. എല്ലാവരെയും അറിയാവുന്നവരുടെ എല്ലാം മനസ്സിൽ ഒരു ഇടമുണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് സംഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്ന് ഞാൻ കരുതാം. അടുത്ത് പരിചയപ്പെട്ടവർക്കും അടുത്തറിയാവുന്നവരുടെ എല്ലാം മനസ്സിൽ അദ്ദേഹത്തിന് എല്ലാ കാലത്തും ഒരു ഇടമുണ്ടാകും. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ അദ്ദേഹത്തിന് ഒരു ഇടമുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു ഔന്നത്യം, കാഴ്ചയിലുള്ള ഒരു എഴുത്ത്, അതെല്ലാം അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലെ എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു. കാണുന്ന ആൾ തന്നെയായിരുന്നു സ്വഭാവത്തിൽ. കാണുമ്പോഴുണ്ടാകുന്ന ഒരു പ്രത്യേകമായ ഒരു ആകർഷണം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എപ്പോഴും ഏത് കാലത്തും അദ്ദേഹം, പ്രായമായപ്പോഴും ചെറുപ്പകാലത്തും അദ്ദേഹം നടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത, ഒരു സവിശേഷത ആ വ്യക്തിത്വത്തിലുണ്ടായിരുന്നു. അത് തന്റെ ആ സ്വഭാവത്തിൽ വ്യത്യസ്തമായ സ്വഭാവം അല്ലായിരുന്നു. ഒളിച്ചു വയ്ക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. എല്ലാം വളരെ പ്രകടമായിരുന്നു. എല്ലാ കാര്യങ്ങളും പറയുന്നു. വ്യക്തിപരമായി എനിക്ക് വളരെയധികം വാത്സല്യം പകർന്നിട്ടുള്ള ഒരാളാണ്. ബാലഗോപാൽ സൂചിപ്പിച്ചപ്പോൾ ഞാൻ MLA ആകുന്നതിന് മുമ്പ് വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തകനായിരിക്കുമ്പോൾ മുതൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടു. പക്ഷെ ഞാൻ നിയമസഭാംഗമായി 2003 ആദ്യമായി ചെല്ലുമ്പോൾ അദ്ദേഹം ധനകാര്യമന്ത്രിയാണ്. അന്ന് ഞങ്ങൾ, എന്നോട് ഉൾപ്പെടെയുള്ള മുഴുവൻ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളോട് വന്ന് അദ്ദേഹം കാണിച്ചിട്ടുള്ള വാത്സല്യവും സ്നേഹവും എന്നും ഓർമ്മിക്കപ്പെടും. ഏത് കാര്യം ചെന്ന് പറഞ്ഞാലും ഞങ്ങളെല്ലാം ചെന്ന് പറയുമ്പോൾ പ്രത്യേകതയോട് കൂടി ഒരു ജനറേഷൻ ഗ്യാപ്പും ഇല്ലാതെ അപ്പം തന്നെ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. നിയമസഭയിൽ ഞാൻ ആദ്യം നിയമസഭാംഗമായി ചെല്ലുമ്പോൾ എനിക്ക് ധനകാര്യം എന്ന് പറയുന്നത് ഫിനാൻസുമായി ബന്ധപ്പെട്ട് ABC അറിയില്ല. ഞാനിപ്പോൾ ആദ്യത്തെ ഒരു മാസക്കാലം എല്ലാം വീക്ഷിക്കുമ്പോൾ ഒന്ന് നിയമസഭയിൽ ഭരണഘടനാപരമായ നടപടികളും ധനകാര്യ നടപടികളുമാണുള്ളത്. അപ്പോൾ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തു വന്നതുകൊണ്ട് ഭരണഘടനാപരമായ കാര്യങ്ങളൊക്കെ കുറച്ചറിയാം, ധനകാര്യവുമായി ബന്ധപ്പെട്ടൊന്നും അറിയില്ല. അപ്പൊ ഞാൻ തീരുമാനിച്ചു, കൊച്ചുകുട്ടിയെ പോലെ പഠിക്കാൻ തീരുമാനിച്ചു ധനകാര്യം. എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. ടാക്സ് തുടക്കത്തിലാണ് ഇത് പഠിക്കുന്നത്. അപ്പൊ അദ്ദേഹമാണ് ധനകാര്യമന്ത്രി. അപ്പൊ ഞാൻ ചോദിച്ച അവസരങ്ങൾ വാങ്ങിക്കും നിയമസഭയിൽ ധനകാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി. കഷ്ടപ്പെട്ട് രാത്രിയിൽ ഇരുന്ന് ഉറക്കവളച്ചിരുന്ന് പഠിച്ചുകൊണ്ടാണ് വരുന്നത്. പക്ഷെ അന്ന് നടത്തുന്ന പ്രസംഗങ്ങൾക്കെല്ലാം അദ്ദേഹം നടത്തിയ ഒരു പ്രോത്സാഹനവും അഭിനന്ദനവുമാണ് പിന്നീട് ആ വിഷയത്തിൽ കൂടുതൽ പഠിക്കാൻ വേണ്ടി. തൊട്ടപ്പുറത്ത് തോമസ് ഐസക്കാണ് ഇരിക്കുന്നത്, പ്രതിപക്ഷത്തിരിക്കുന്നത്. അദ്ദേഹം ധനകാര്യ വിദഗ്ധനും സ്കോളറുമായിട്ടുള്ള ആളാണ്. അപ്പോ അവസാനമായപ്പോൾ, ആദ്യത്തെ 5 വർഷം പൂർത്തിയായപ്പോൾ അദ്ദേഹവുമായി ഏറ്റുമുട്ടേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. അതിന് നൽകിയ പ്രോത്സാഹനം ഏത് കാര്യങ്ങൾ ചോദിച്ചാലും പറഞ്ഞു തരികയും, നമ്മളൊരു നിയമസഭയിൽ പ്രസംഗം നടത്തിയാൽ, സത്യത്തിൽ ജൂനിയേഴ്സ് ആവുമ്പോൾ പ്രസംഗം നടത്തിയാൽ അദ്ദേഹത്തെ പോലെ സീനിയർ ആയിട്ടുള്ള ഒരാൾക്ക് അത് അക്നോളജ് ചെയ്യുന്ന കാര്യം പോലുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എടുത്തു പറഞ്ഞ് ഏതെങ്കിലും നമ്മളൊരു മനഃപൂർവ്വമായി ചെയ്യുന്നതെന്ന് എനിക്കറിയാം. പ്രസംഗം നന്നായിട്ടായിരിക്കില്ല, അത് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മനഃപൂർവ്വമായി ഡെലിബറേറ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മളെ എടുത്തു പറഞ്ഞ് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യും. അത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ്, നമ്മൾ കൂടുതൽ നന്നായി വരുന്നതിന് വേണ്ടിയിട്ടാണ്. കാണുമ്പോഴില്ല, എല്ലാ ചെറുപ്പക്കാർക്കും ആ അനുഭവം ഞങ്ങളുടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെ എല്ലാവരെയും അദ്ദേഹം ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാം അദ്ദേഹത്തെ കണ്ടിരുന്നത് ഒരു വലിയ ഒരു തലമുറയിൽപ്പെട്ട, അല്ലെ, സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്ത, അതിനുശേഷം ഉള്ള രാഷ്ട്രീയ രംഗങ്ങളിലെല്ലാം തിളങ്ങി നിന്ന ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുടെ ശ്രേണിയിൽപ്പെട്ട ഒരാളായിട്ടാണ് അദ്ദേഹം. ഇപ്പൊ കോൺഗ്രസ് 69 പിളർന്നപ്പോൾ സംഘടനാ കോൺഗ്രസ് രൂപീകരിച്ച സംഘടനാ കോൺഗ്രസിലേക്ക് ഒരു വലിയ നേതൃത്വം കോൺഗ്രസിൽ നിന്ന് പോയി. ശ്രീ മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ സംഘം പോയി. ആ കൂട്ടത്തിൽ സംഘടനാ കോൺഗ്രസുകാരനായി പോയ ഒരാളായിരുന്നു ശങ്കരനാരായണ. പക്ഷേ കാമരാജിനെ പോലുള്ള രാജ്യം കണ്ട ഏറ്റവും ശ്രദ്ധേയനായ നേതാക്കന്മാരുടെ, കോൺഗ്രസ് പ്രസിഡന്റും തമിഴ്നാട് മുഖ്യമന്ത്രിയും ഒക്കെ ആയിരുന്ന ഒരാളുടെ വാത്സല്യപാതനമായി മാറാൻ സംഗതിക്ക് കഴിഞ്ഞു. ദേശീയ രാഷ്ട്രീയത്തിൽ അശോക് മേത്തയെ പോലെ ഇവിടെ സൂചിപ്പിച്ചു. ഇവിടുത്തെ വളരെ ഭംഗിയായിട്ട് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ചെറിയ ഷോർട്ട് ഫിലിം. അന്ന് അശോക് മേത്തയെ പോലെ, ജോർജ് ഫെർണാണ്ടസിനെ പോലെ, കാമരാജിനെ പോലുള്ള നേതാക്കളുമായി അദ്ദേഹം അടുത്തിടപെടും. ഞങ്ങള് അദ്ദേഹത്തോട് ആ അനുഭവങ്ങളെല്ലാം അദ്ദേഹവുമായിട്ട് പങ്കുവയ്ക്കും. അപ്പൊ കാമരാജിനെ കുറിച്ചെല്ലാം അദ്ദേഹം പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ
ആ തലമുറയിൽപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രത്യേകതകൾ, അവരുടെ സ്വഭാവ സവിശേഷതകൾ അദ്ദേഹം ഞങ്ങളിത് പറയുന്നുണ്ട്. കാമരാജ് മുഖ്യമന്ത്രിയായി കാറിലൂടെ പോകുമ്പോൾ ഒരു പാടത്ത് നിർത്തി വാങ്ങി. കാരണം പാടത്ത് പണിയെടുക്കുന്ന ഒരാൾ, ഒരുപാട് സ്ത്രീകളിൽ ഒരാൾ കാമരാജിന്റെ അമ്മയാണ്. അപ്പൊ കാമരാജിന്റെ അമ്മ ഞാറ് നട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മകൻ മുഖ്യമന്ത്രിയായിട്ട് അവിടെ വരുന്നത്, ഈ റോഡിൽ വരുന്നത്. റോഡിൽ വന്ന് നിൽക്കുമ്പോൾ അമ്മ ഈ പാടത്ത് നിന്ന് ഞാറ് നട്ടുകൊണ്ടിരിക്കുന്ന അമ്മ വന്ന് മകനായ മുഖ്യമന്ത്രിയെ കാണുന്ന വൈകാരികമായ കാര്യങ്ങളല്ല. കാമരാജിന്റെ ഒരു ചെറിയ വീടായിരുന്നു തുടങ്ങി കാമരാജിന്റെ ചരിത്രം മുഴുവൻ അല്ലെങ്കിൽ ഞങ്ങളോടെല്ലാം പറഞ്ഞു തന്നിരുന്നു. ഞാൻ പിന്നീട് വിരുദുനഗറിൽ കാമരാജിന്റെ വസതിയിൽ പോയിട്ടുണ്ട്. ഇത് ശങ്കർജി ആ തലമുറയെ കുറിച്ച് ഞങ്ങളോട് പകർന്നു തന്ന അതാണ് ഞങ്ങളുടെ മനസ്സിൽ പ്രതിഷ്ഠ നേടിയ വ്യക്തിത്വങ്ങളായി അത് മാറിയതാണ്. ആ കാലഘട്ടത്തിലുള്ള നേതാക്കളെ കുറിച്ച്, ആ കാലഘട്ടത്തിലുള്ള രാഷ്ട്രീയത്തെ കുറിച്ച്, അതിലുള്ള പ്രത്യേകതകളെ കുറിച്ചെല്ലാം അദ്ദേഹം എപ്പോഴും അത് പങ്കുവച്ചിരുന്നു. അദ്ദേഹവും അഭിമാനത്തോടു കൂടിയാണ് അത്തരം നേതാക്കളുമായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ തനിക്ക് കിട്ടിയ അവസരത്തെ ജീവിതത്തിൽ വന്ന വലിയ സൗഭാഗ്യമായിട്ടാണ് അദ്ദേഹം എപ്പോഴും കരുതിയത്. പിന്നീട് ധനകാര്യ മന്ത്രിയായിരിക്കുന്ന സമയത്ത്, അദ്ദേഹം അത് ഏറ്റെടുക്കുന്ന സമയത്ത് കേരളത്തിലെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആ കാലഘട്ടത്തിൽ അതുവരെ കണ്ട ഏറ്റവും വലിയ ഒരു ധനപ്രതിസന്ധിയെ സ്റ്റേറ്റ് നേരിടുന്ന സമയത്താണ് അദ്ദേഹം ധനകാര്യ മന്ത്രിയുടെ പദവി ഏറ്റെടുക്കുന്നത്. ഭയങ്കരമായ വെല്ലുവിളിയാണ്, നിസ്സാരമായ വെല്ലുവിളിയല്ല. ശമ്പളം കൊടുക്കാൻ പോലും പണമില്ലാത്ത ഒരുപാട് കേരളം അതുവരെ കണ്ട ഏറ്റവും വലിയ ക്രൈസിസ് ആണ്, ഫിസ്ക്കൽ ക്രൈസിസ് ആണ്. ആ സമയത്ത് അദ്ദേഹം വളരെ സമചിത്തതയോടുകൂടി സ്വതസിദ്ധമായ തമാശകളോടുകൂടി തന്നെയാണ് അതിനെ നേരിട്ടത്. ഏറ്റവും ഗൗരവപൂർവ്വമായി കൈകാര്യം ചെയ്തു. അദ്ദേഹം എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ AK ആന്റണി എപ്പോഴും ചോദിക്കും, ശങ്കർജി എങ്ങനെ ഇത്ര ഈസി ആയിട്ട് ഇത് കൈകാര്യം ചെയ്യുന്നു എന്ന് ശങ്കർജിയോട് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ AK ആന്റണി ചോദിക്കും. അത്രയും വലിയ ഒരു ധനകാര്യ പ്രതിസന്ധിയെ തന്റെ സമീപനം കൊണ്ടും തന്റെ പരിചയം കൊണ്ടും അനുഭവ സമ്പത്ത് കൊണ്ടും ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടെയുള്ള ആളുകളെ ഒരു കീവാക്കി നിർത്തിക്കൊണ്ട് ഇപ്പോഴും അത്ഭുതകരമായ മാറ്റമാണ് അദ്ദേഹം ധനകാര്യ മന്ത്രിയായിരുന്ന ആ 3-4 വർഷങ്ങളിൽ കേരളത്തിലെ ധനകാര്യ പ്രതിസന്ധിയെ മറികടക്കാൻ, പരിഹരിക്കാൻ അദ്ദേഹം കാണിച്ചിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽ എന്ന് പറയുന്നത്. അതൊരു ഗവേണൻസ് വളരെ പ്രധാനപ്പെട്ട, വളരെ അപൂർവം പേർക്ക് മാത്രമുള്ള പ്രത്യേകമായ ഒരു സിദ്ധി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എല്ലാവരെയും വിശ്വാസത്തിലെടുത്തു. ഒരു ക്രെഡിബിലിറ്റി വലിയ ഫാക്ടറാണ്. മന്ത്രിയായിരിക്കുന്ന ഒരാൾ സഹപ്രവർത്തകരോടും ഉദ്യോഗസ്ഥന്മാരോടും എല്ലാവരോടും കാണിക്കുന്ന ഒരു വിശ്വാസ്യത, പറയുന്ന വാക്ക്, ആ വാക്കിനുള്ള ആ ക്രെഡിബിലിറ്റി, അതെല്ലാം അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിരുന്നു. അന്നെല്ലാം ഉണ്ടായിരുന്ന ധനകാര്യ സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാവരും അദ്ദേഹത്തിന്റെ വാക്ക് വളരെ പ്രധാനമായി എടുക്കുകയും അതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുകയും, എനിക്ക് തോന്നുന്ന ഒരു 3 വർഷക്കാലം കൊണ്ട് ആ കേരളം കണ്ട ഏറ്റവും വലിയ ധനപ്രതിസന്ധിയെ മറികടക്കാൻ അദ്ദേഹത്തിനുള്ള ഭരണാധികാരിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞാൻ കാണുകയാണ്. രാജ്യത്ത് അതിനുശേഷം അദ്ദേഹത്തിന് കിട്ടിയ ചുമതലകൾ ഇതൊക്കെ പറഞ്ഞു. 6 സംസ്ഥാനങ്ങളിലെ ഗവർണറാകാൻ വേണ്ടിയിട്ടുള്ള അവസരം പല സ്ഥലത്തും ഞങ്ങൾ പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ. ഞാൻ മഹാരാഷ്ട്രയിലെ രാജ്ഭവനാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഇപ്പൊ ലോക്ഭവൻ എന്നാണ് പറയുന്നത്. ലോക്ഭവനിലെ ഏറ്റവും പ്രസിദ്ധമായ ലോക്ഭവൻ, കാരണം വൈസ്രോയി താമസിക്കുന്ന സ്ഥലമാണ്. കടലിന്റെ തീരത്തുള്ള അതിമനോഹരമായ ഒരു സ്ഥലമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തോട് അവിടെ അദ്ദേഹത്തിന്റെ ക്ഷണപ്രകാരം പോയി അവിടെ താമസിച്ചിരുന്നു. ഞങ്ങളൊരു കമ്മിറ്റിയായിട്ട് പോയിട്ട് അവിടെ ചെന്ന് താമസിച്ചിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറയും, അദ്ദേഹത്തിന്റെ പ്രൗഢിക്കും ഗാംഭീര്യത്തിനും അനുസരിച്ചിട്ടുള്ള സ്ഥലമാണ് എന്ന് പറയും. ശരിക്കും അതെല്ലാം പറയുമ്പോൾ ആ ഒരു, കാരണം അത് മഹാരാഷ്ട്രയിലെ ലോക്ഭവൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ വേറെ ഒരു സ്ഥലത്തില്ല, ഒരു സംസ്ഥാനത്തില്ല. നമ്മളെ ഒരു ലോക്ഭവനുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത, ശ്രീനഗറൊക്കെ പോയി കാണുന്നത് വളരെ പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ്. അവിടെ അദ്ദേഹം ഒരുപക്ഷെ രാഷ്ട്രപതി ഭവൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഏറ്റവും ഒരു പ്രധാനപ്പെട്ട സ്ഥലമായി പരിഗണിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്. അവിടെ അതിന്റെ മുഴുവൻ അതൊക്കെ ആസ്വദിക്കുന്ന ആളാണ് അദ്ദേഹം, അല്ലെ? അതെല്ലാം ആസ്വദിക്കുകയും അതിനെക്കുറിച്ച് പറയുകയും ലാളിത്യത്തെ കുറിച്ചോ ആദർശത്വത്തെ കുറിച്ചോ അനാവശ്യമായ ഒരു അവകാശവാദവും നടത്താത്ത ഒരാളുകൂടിയാണ്. കാപട്യമില്ലാത്തതുകൊണ്ടാണ്. ലാളിത്യത്തെ കുറിച്ചോ ആദർശത്വത്തെ കുറിച്ചോ അനാവശ്യമായ, ഒന്നുകൂടി പറയാം, അനാവശ്യമായ ഒരു അവകാശവാദം നടത്തിയില്ല. അതെല്ലാം അത് ആസ്വദിച്ച് തന്നെ അതിന്റെ പ്രൗഢിയോട് കൂടി കഴിഞ്ഞിരുന്ന ഒരാളാണ്. നമുക്ക് എപ്പോഴും ഓർത്തു വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ മനസ്സിലുള്ള
ഒരാളാണ് ശങ്കർജി എന്ന് ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ഗവർണർ എന്നുള്ള നിലയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും പോയി അതാത് ഗവൺമെന്റുകളുമായി നല്ല ബന്ധങ്ങൾ പുലർത്തി, അതായത് മുഖ്യമന്ത്രിമാരുമായി നല്ല ബന്ധങ്ങൾ പുലർത്തി. ഏറ്റവും ക്രൈസിസ് എന്ന സ്ഥലത്തേക്കാണ് അവസാനം ഇപ്പോൾ അദ്ദേഹത്തെ വിട്ടിരുന്നത്. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ള സംസ്ഥാനങ്ങളിലേക്ക് അദ്ദേഹത്തെ പറഞ്ഞുകൊണ്ട്, കാരണം ഏത് ക്രൈസിസും പരിഹരിക്കാൻ കഴിയുന്ന സ്വതസിദ്ധമായ ഒരു വൈഭവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. തന്റെ സ്വഭാവത്തിലുള്ള പ്രത്യേകതകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ നിയമസഭയിൽ ഇങ്ങനെ ഭയങ്കരമായ സംഘർഷത്തിലേക്ക് എത്തിച്ചേരും, ഭയങ്കരമായ സംഘർഷം. അതിന് മറുപടി പറയാൻ എണീക്കുമ്പോൾ 2-3 വാചകങ്ങൾ കൊണ്ട് അതിന് മറുപടി പറഞ്ഞത്. പിന്നെ ഞങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറയും, പാലക്കാടൻ തമാശകളുടെ ഒരു കെട്ടയി. ആ കെട്ടയച്ചു കഴിഞ്ഞാൽ വിമർശിച്ചിരുന്നവരും ബഹളം ഉണ്ടാക്കിയിരുന്നവരും നിയമസഭ മുഴുവൻ 140 പേര് കൂട്ടച്ചിരിയാണ്. ഞാൻ VS അച്യുതാനന്ദൻ ഇതുപോലെ ചിരിക്കുന്നതാണ്. ഇതേ പറയുമ്പോൾ സംസാരിക്കുന്നത് പോലെ ചിരിക്കുന്നത് കണ്ടിട്ടില്ല. എല്ലാവരും കൂടി ഒരുമിച്ച് 140 പേരെ ഒരേപോലെ ചിരിപ്പിക്കാൻ കഴിയാവുന്ന ഒരു നർമ്മബോധം അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്ന്, അല്ലെ, ഒരിക്കലും മങ്ങാത്ത, ഒരിക്കലും അണയാത്ത ആ നർമ്മബോധമാണ്. ഒരു വിഷയം നമ്മൾ അവതരിപ്പിച്ചാൽ സ്വകാര്യ സംഭാഷണത്തിലാണെങ്കിലും പൊതുവേദിയിലാണെങ്കിലും നിർത്താതെ ആ വിഷയത്തെ കുറിച്ച് നർമ്മബോധത്തോടു കൂടിയ നിരവധി കഥകൾ അപ്പം പറയും. ആ കഥകളുടെ കെട്ടങ്ങ് അയച്ചു വരും. അതിനുള്ളൊരു പ്രത്യേകമായ ഇതുണ്ട്. അപ്പൊ എല്ലാവരെയും ചേർത്ത് നിർത്തിയ, കുടുംബത്തെ പോലെ ചേർത്ത് നിർത്തിയ, ഞങ്ങളെ പോലെ, മക്കളെ പോലെ, മകനെ പോലെ ചേർത്ത് നിർത്തിയ ഒരാളായിരുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അനുസ്മരിക്കുന്നു. അദ്ദേഹത്തിന്റെ വേർപാടിന്റെ 4 വർഷങ്ങളാണ് കടന്നു പോകുന്നത്. എത്ര വർഷങ്ങൾ കടന്നുപോയാലും അദ്ദേഹത്തിന്റെ ഓർമ്മ, അദ്ദേഹത്തെ അറിയാവുന്ന എല്ലാവരുടെയും മനസ്സിൽ, കേരളത്തിന്റെ മനസ്സിൽ ഒരിക്കൽ കൂടി ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ അനുസ്മരണ സമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തായിരുന്നു.